IPL ഗാലറിയിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ യുവതിക്ക് 70,000 രൂപ വിലയുള്ള സ്വർണ്ണ മോതിരം നഷ്ടമായി. ഏപ്രിൽ 11-ന് മുല്ലംപൂരിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് സ്റ്റേഡിയത്തിൽ നടന്ന പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരത്തിനിടെയാണ് സംഭവം. സോഷ്യൽ മീഡിയയിൽ വൈറലായ റിംഗ് ട്രെൻഡ് അനുകരിക്കാൻ ശ്രമിച്ച മധുപ്രിയ എന്ന യുവതിക്കാണ് വിലപിടിപ്പുള്ള മോതിരം നഷ്ടപ്പെട്ടത്. മത്സരത്തിന് തൊട്ടുമുമ്പ് സ്റ്റേഡിയത്തിന്റെ പശ്ചാത്തലത്തിൽ മനോഹരമായ ഒരു വീഡിയോ എടുക്കാനായിരുന്നു മധുപ്രിയയും സുഹൃത്തുക്കളും പദ്ധതിയിട്ടത്. ഇതിനായി തന്റെ പക്കലുണ്ടായിരുന്ന ഏറ്റവും വില കൂടിയ മോതിരം തന്നെ മധു തിരഞ്ഞെടുത്തു. വായുവിലേക്ക് മോതിരം എറിഞ്ഞ് അത് തിരികെ പിടിക്കുന്ന രീതിയിലുള്ള വീഡിയോ ആയിരുന്നു വൈറലായ ട്രെൻഡ്. മധു മോതിരം വായുവിലേക്ക് എറിഞ്ഞുവെങ്കിലും കൃത്യമായി പിടിക്കാൻ സാധിച്ചില്ല. മോതിരം കൈകളിൽ തട്ടി സ്റ്റേഡിയത്തിന്റെ തട്ടുകളിലേക്ക് വീഴുകയായിരുന്നു. വൃത്തരൂപത്തിലുള്ള മോതിരം സീറ്റുകൾക്കിടയിലൂടെ ഉരുണ്ട് താഴേക്ക് പോയതോടെയാണ് യുവതി വെട്ടിലായത്. സെക്കൻഡുകൾക്കുള്ളിൽ 70,000 രൂപ വിലയുള്ള ആഭരണം കണ്ണുവെട്ടിച്ച് അപ്രത്യക്ഷമായി. സംഭവം നടന്ന ഉടൻ തന്നെ മധുവും സുഹൃത്തും ചേർന്ന് ഗാലറിയിൽ തിരച്ചിൽ ആരംഭിച്ചു. ഏറെ നേരം ഓരോ സീറ്റിനിടയിലും തറയിലും പരിശോധിച്ചുവെങ്കിലും മോതിരം കണ്ടെത്താനായില്ല. മത്സരത്തിന്റെ തിരക്കിനിടയിൽ താഴേക്ക് വീണ മോതിരം ആരെങ്കിലും എടുത്തോ അതോ ഗാലറിയുടെ ഏതെങ്കിലും ഇടുക്കുകളിൽ കുടുങ്ങിയോ എന്ന് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. തനിക്ക് നേരിട്ട ദുരനുഭവം വിവരിച്ചുകൊണ്ട് മധുപ്രിയ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവച്ചു. എനിക്ക് 70,000 രൂപ നഷ്ടപ്പെട്ടു. മോതിരം ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന ആർക്കെങ്കിലും ഈ മോതിരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി തിരികെ നൽകണമെന്ന് അവർ അഭ്യർത്ഥിച്ചു. തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ നേരിട്ട് സന്ദേശം അയച്ചാൽ ടിക്കറ്റ് വിവരങ്ങൾ കൈമാറുമെന്നും അവർ വ്യക്തമാക്കി. സത്യസന്ധരായ ആരെങ്കിലും ഇത് കണ്ടെത്തിയിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് യുവതി ഇപ്പോൾ. വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം വൈറലായി കഴിഞ്ഞു. റീൽസിന് വേണ്ടി അപകടകരമായതോ വിലപിടിപ്പുള്ളതോ ആയ വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്കുള്ള പാഠമാണ് ഈ സംഭവമെന്ന് സോഷ്യൽ മീഡിയയിൽ വിമർശനമുയരുന്നുണ്ട്. ലൈക്കുകൾക്കും വ്യൂസിനും വേണ്ടി കാണിച്ച അമിതാവേശം വലിയ സാമ്പത്തിക നഷ്ടമാണ് മധുവിന് വരുത്തിവെച്ചത്. വൈറലായ ട്രെൻഡുകൾ അനുകരിക്കുമ്പോൾ കൃത്യമായ പരിശീലനമില്ലാതെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് അപകടമുണ്ടാക്കുമെന്ന് പലരും കമന്റ് ചെയ്തു. മധു മോതിരം വായുവിലേക്ക് എറിയുന്നതിന് പകരം മുന്നിലേക്ക് ഇടുകയാണ് ചെയ്തതെന്നും അതുകൊണ്ടാണ് അത് ഉരുണ്ടുപോയതെന്നും വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. കായിക മത്സരങ്ങൾ കാണാൻ സ്റ്റേഡിയങ്ങളിൽ എത്തുന്നവർ ഇത്തരം സെൽഫി വീഡിയോ ഭ്രാന്തുകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരും പലപ്പോഴും മുന്നറിയിപ്പ് നൽകുന്നതാണ്. വൻ ജനത്തിരക്കുള്ള സ്റ്റേഡിയങ്ങളിൽ ചെറിയ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടാൽ അത് തിരികെ ലഭിക്കുക എന്നത് ഏതാണ്ട് അസാധ്യമാണ്. മുല്ലൻപൂർ സ്റ്റേഡിയത്തിൽ നടന്ന ഈ സംഭവം ഇപ്പോൾ കായിക പ്രേമികൾക്കിടയിലും ചർച്ചയായിട്ടുണ്ട്. നഷ്ടപ്പെട്ട മോതിരം ആരെങ്കിലും അധികൃതരെ ഏൽപ്പിക്കുമോ എന്ന കാത്തിരിപ്പിലാണ് മധുപ്രിയയും കുടുംബവും. ആവേശത്തിനിടയിൽ മധുവിന് നഷ്ടമായത് സ്വന്തം അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെട്ട വലിയൊരു തുകയാണ്.